സ്വന്തന വോട്ട് ചെയ്തവരോട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നത് അത്ര ശരിയല്ല. പക്ഷെ ചോദിക്കുന്നില്ല. പക്ഷെ അവരുടെ വരികൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയും വേണം. ഷാജി കൈലാസും ആനിയും ജഗനും റോഷനും അവരുടെ കുടുംബം വോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എന്തിനാണ് വോട്ട് ചെയ്തത്? എന്തിനാന്ന് വെച്ചാൽ ഒരു മനസ്സിലൊരു കാര്യം ഉണ്ടാവുമല്ലോ, തുടർച്ച അല്ലെങ്കിൽ പുതിയ മാറ്റം, ഇതൊന്നുമല്ലാത്തത് അങ്ങനെ. ഇത് നമ്മുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ആക്കി തരണം. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വേണം. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൊത്തം വയലൻസും അതും ഇതെല്ലാം പ്രശ്നങ്ങളല്ലേ, അതൊന്ന് നേരെയാക്കി തരാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത്. അതൊന്ന് ഈശ്വര ഒന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നല്ല ഒരു ഭരണം വരണമെന്ന്. ഇപ്പൊ അതത്ര നല്ലതല്ല എന്നൊരു നല്ല ഭരണമല്ല, അദ്ദേഹത്തിന് ആരെക്കാളും ഭരിക്കാൻ അനുവദിക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾ ഉണ്ടാക്കരുതേ. നമ്മൾ സന്തോഷത്തോടെ ഭരിക്കട്ടെ എന്നാണ് എല്ലാവരും. നമ്മൾ അതിനകത്ത് കൺക്ലൂഷൻ കൊടുക്കുന്നില്ല, കേൾക്കുന്ന ആളുകൾ മനസ്സിലായിക്കോട്ടെ. ചേച്ചി പിന്നെ ആളെ നോക്കിയാണോ രാഷ്ട്രീയം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? എനിക്ക് രാഷ്ട്രീയമില്ല ഇതിനകത്ത്. ഞങ്ങൾക്ക് റെസിഡൻഷ്യൽ ഏരിയ താമസിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ, ഏതൊരു വീട്ടുകാരും വിളിച്ചു പറഞ്ഞാൽ ഓടിയെത്തുന്ന ആളുണ്ട്, ഒരു MLA ഉണ്ട്. ഇപ്പോഴത്തെ MLA ഫോണിൽ വിളിച്ചാൽ ഓടിയെത്തുവോ? ഡെഫിനറ്റ്ലി. മുമ്പത്തെ MLA ഫോണിൽ വിളിച്ചാൽ ഓടിയെത്തുമായിരുന്നോ? സോഫാർ ഇതുവരെ ആരും എന്നോട് നോ പറഞ്ഞിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇന്ന കാര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഓടി വന്ന് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ശാസ്തമംഗലം കൗൺസിലർ വിളിച്ചാൽ ഓടി വരുന്നതാണോ? ശാസ്ത്രമംഗലത്തുകാരിലേ അറിയുള്ളൂ, ഞാനിവിടെ കുറവോണത്താ. അതായത് ഇപ്പോഴത്തെ MLA വിളിച്ചാൽ ഓടി വരും, VK പ്രശാന്ത് ഓടി വരും. മുമ്പത്തെ MLA K മുരളീധരനും ഓടി വരുമായിരുന്നു. പിന്നെ ശ്രീലേഖയുടെ കാര്യം ചോദിച്ചാൽ ഇവരുടെ അറിയത്തില്ല, എങ്കിലും വരുമെന്നൊക്കെ ആയിരിക്കും. മാം ഒരിക്കലും എന്താ പറയുക, ഞങ്ങളോട് അങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. വെരി പൊളൈറ്റ് പേഴ്സൺ. അതുകൊണ്ട് ഞാൻ ഇന്ന ആളെന്നൊന്നും പറയത്തില്ല. ഇപ്പൊ കൺഫ്യൂഷൻ അല്ല. നമുക്കിനി ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം, ജെൻസിയുടെ അഭിപ്രായം കൂടെ പറ. എന്താ പറയണ്ടേ? വോട്ട് ചെയ്ത ആൾ ജയിക്കുമോ? ജയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? അല്ലല്ല, കണ്ടാൽ അങ്ങനെ തോന്നും. അല്ല, രണ്ടിനിടയിലാണ്. ആർക്കാ ചെയ്തതെന്ന് ചോദിക്കുന്നില്ല, മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ വോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം. അത് നടക്കോ? നടക്കട്ടെ, നടക്കണമല്ലോ. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ടോ, അതോ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്താണോ? ഇൻഡിവിജ്വലാണ്. അങ്ങനെ ഒരു പ്രഷറില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം, അതായത് ഒരു പ്രഷർ ചെയ്യത്തില്ല. 100%. 4 വോട്ട് ഒരാൾക്കായിരിക്കില്ല എന്നപ്പോൾ പ്രതീക്ഷിക്കാം. ആയിരിക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു, എനിക്കൊരാവശ്യം വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ഞാൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിനി അതാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് BJP-ക്കാർ അത് കേട്ടിട്ട് ശ്രീലേഖയ്ക്കല്ല വോട്ട് ചെയ്തതെന്ന് കരുതണ്ട. അത് അദ്ദേഹം എന്ന് കൊളോക്കിയലായിട്ട് അങ്ങ് പറഞ്ഞതാണ്. അതായത് ഇവരാർക്ക് വോട്ട് ചെയ്തു എന്ന് ഏതാണ്ട് മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക അല്ലേ? അതെ. അപ്പോൾ എന്തായാലും അവരവരുടെ വോട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ആളുകൾ കൂടി പെട്ടെന്ന് എത്തി വോട്ട്. ഭയങ്കര ചൂടാന്ന് തോന്നില്ല. അപ്പോൾ ചൂടിന് മുമ്പ് എല്ലായിടത്തും ഭയങ്കര തിരക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ്, ചൂടിന് മുമ്പ് എല്ലാവരും വോട്ട് ചെയ്യുക എന്നതാണ് ക്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനും സ്വാന്തനയ്ക്കൊപ്പം റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.